ഈ ഓണാഘോഷം, വടംവലി, ഈ തിരുവോണം, പൊന്നോണം, 2K 25 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഈ വിഷസ് വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ പേഴ്സണലി അത്ര സമയത്ത് അത്ര ഓക്കെ ആയിരിക്കണമെന്നില്ല, ഒരാൾക്ക് വിഷു കൊടുക്കാൻ വേണ്ടി മാത്രം. അതിനെ ഓവർകം ചെയ്യണത് എങ്ങനെയാ? അത് ഭയങ്കര, കാരണം അവർക്ക് പണക്കം വരുമല്ലോ. എന്താ അയച്ചു തരാത്ത എന്താക്കാം, നമുക്കൊന്ന് അയച്ചു തരാം. നമ്മൾ ചിലപ്പോൾ കാറിലായിരിക്കും വണ്ടി ഓടിച്ചോണ്ടിരിക്കുക, എങ്ങനെയും അയച്ചു. നമ്മുടെ കോലം ചിലപ്പോൾ പന്ന കോലായിരിക്കും, പന്ന ഡ്രസ്സായിരിക്കും. ഇത് പണ്ടാരം പറഞ്ഞെടുക്കണ്ടേ, ഇന്ന സ്ഥലത്ത് ഇന്നത് അത് ഇത് കാണാതെ പഠിച്ച് മൊബൈൽ എടുക്കും, ചിലപ്പോൾ ശരിയാകും. ഭയങ്കര പാടുള്ള പരിപാടി. നമ്മൾ സിനിമയാണോ, സിനിമ എന്ത് തലകുത്തി പറഞ്ഞു, എന്ത് ഡയലോഗാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഫിൽട്ടർ ചെയ്തു. ഞാനിപ്പോ വളരെ ക്ലോസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഭയങ്കര പാടാണ്. പിന്നെ എന്ത് പരിപാടിയാണെന്നൊക്കെ ഒക്കെ അയക്കുള്ളൂ. ചിലര് പണ്ട് എന്നോട് ചേട്ടാ ഞങ്ങളുടെ ഫാമിലി മീറ്റ് ആണ്, കുടുംബസംഗമാണ്, അതിന് ഇവര് പറയുമ്പോ എളുപ്പമല്ലടാ, നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയില്ലേ. അപ്പൊ കിട്ടുന്ന കണ്ടന്റ് എഡിറ്റ് ചെയ്യും ഞാൻ. നമസ്കാരം, ഞാൻ ഗോകുലൻ, എല്ലാവർക്കും പൊന്നോണ ദിനാശംസകൾ. അതിന്റെ കൂടെ ഞങ്ങളുടെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് അവരുടെ ഇതിന്റെയൊക്കെ പേര് കേൾക്കണം കേട്ടോ. ഞങ്ങളുടെ അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ടെക്നിക്കൽ. അതിന്റെ ആ ഇവന്റിന്റെ പേര് അങ്ങനെ ആയിരിക്കും. അപ്പൊ അത് ഞാൻ എഡിറ്റ് ചെയ്യും. നമസ്കാരം, ഓഗസ്റ്റ് 26 നടക്കുന്ന കോളേജിന്റെ ഓണത്തിനാഘോഷം. പിന്നെ ഞാൻ ഒരു തെറ്റല്ലേ ബുദ്ധിമുട്ട് ഇത് പഠിച്ച് പറയാൻ ഷൂട്ട് ചെയ്യാന്നുള്ളതല്ല, വീട്ടിലുള്ള ഷൂട്ട് ചെയ്യണത്. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നമസ്കാരം, ഞാൻ ഗോകുലൻ. ഗോകു ചായ വേണ്ട. അപ്പൊ അത് കട്ടായല്ലോ. പിന്നെ അപ്പൊ അമ്മ, അപ്പൊ കൊച്ചൂര് അച്ഛാ, ഇവിടെ കൊച്ചൂര്. പിന്നെ നമസ്കാരം, ഞാൻ ഗോകുലൻ. അപ്പോഴേക്കൊരു അപ്പൊ ഇവരുടെ വിചാരം എളുപ്പമാന്നാ. ആക്ച്വലി ഇത്രയും ബുദ്ധിമുട്ട് എന്റെ ഇടയിലുണ്ട്. പിണക്കാനും പറ്റത്തില്ല. നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം. നമ്മുടെ സിറ്റുവേഷൻ എന്താന്ന് ചിലപ്പോ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അവരോട് നമ്മൾ ഞാനൊരു ആക്ടർ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഈ ഓട്ടോ എന്തൂസിസ്റ്റിക് ഫെസ്റ്റ് എന്നാണ് ഇതിന്റെ പേര്. അതായത് അതൊരു എന്തൂസിസ്റ്റിക് ഫെസ്റ്റ് എന്നാണ് അതിന്റെ പേര്. അതായത് ഓട്ടോ ഇൻഡസ്ട്രികൾ വരാനുള്ള ഒരു ഫെസ്റ്റ്. അതൊരു ഓട്ടോമൊബൈലിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് നടത്തുന്നത്. കുറച്ചുകൂടി ഉണ്ട് ഈ പേര്, കറക്റ്റ് ഇതല്ല. ഇത് പറയാൻ ടങ് സ്ലിപ്പ് കൊണ്ട് ഇത് ഇങ്ങനെ പെടാപ്പാട് വീടാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇന്റർവ്യൂ എടുക്കാൻ. അപ്പം അദ്ദേഹം ടങ് സ്ലിപ്പ് വിളിച്ചു പറയാം, സഹോദരൻ ഈ പേര് ഞാൻ പറഞ്ഞിട്ടില്ലേ, കുഴപ്പമുണ്ടാവും. പിന്നെ നമ്മൾ ചിലത് ചെയ്തു കൊടുക്കാറുണ്ട്. അതായത് ഈ ചാരിറ്റി പരിപാടികൾ, ചിലരുടെ ചികിത്സാ സഹായ പരിപാടികൾ, അതൊക്കെ ചെയ്തു കൊടുക്കും. കോളേജിലൊക്കെ ഒരുമാതിരിയൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ ഇങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ കുടുംബ സംഗമത്തിനൊക്കെ ചെയ്ത ചേട്ടാന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക്. പിന്നെ ബേസിക്കലി ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ചാരിറ്റി പരിപാടിയൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നും ചെയ്തു കൊടുക്കാൻ. അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ചികിത്സ സഹായം, മറ്റു കാര്യങ്ങൾ നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നൂല. നമ്മൾ അപ്പൊ ഞാൻ ബേസിക്കലി ഇതെനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല, എനിക്കിത് ഇഷ്ടമില്ല, ഇതെനിക്ക്. അപ്പൊ ഞാൻ ചെയ്ത് ശരിയാവൂടാ. അങ്ങനെ എൻ്റെ ഞാൻ ഒരാളെ ആശംസിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആശംസ തോന്നണ്ടേ, അളിയാ നന്നായിട്ട് പാട്ടറ, അടിപൊളി ആവട്ടറ എന്ന് പറയണമെങ്കിൽ ആ പരിപാടി നല്ലതാണെന്ന് എനിക്ക് ഉള്ളിൽ നിന്ന് തോന്നണ്ടേ. അളിയാ എനിക്കിത് ഉള്ളിൽ നിന്ന് തോന്നലടാ, പിന്നെ ഞാൻ പറഞ്ഞ ശരിയാവും, അതൊന്നും കുഴപ്പമില്ല, ഓർമ്മ ചെയ്തിട്ടേ. അവര് നോക്കുമ്പോൾ അവർക്ക് ഒരു സന്തോഷമാണ്. അവര് പൈസ ചെലവില്ലല്ലോ, പൈസ കിട്ടത്തില്ല. പോലീസ് ഓഫീസർ ആണല്ലോ, അപ്പോൾ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, ഇരുത്തം പോലും സ്ട്രെയിറ്റ് ആയി കാലുകൾ ക്രോസ് ചെയ്തിട്ടാണ് അവർ ഇരിക്കുക. സിനിമയിൽ മാത്രമേ ഉള്ളൂ, സാധാരണ പോലീസ് ഓഫീസർ. പക്ഷെ ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിനൊക്കെ അവർ കുറച്ച് സ്റ്റിഫ് ആയിരിക്കുന്നതായിട്ട് ഞാൻ. അപ്പൊ നമ്മളുടെ സ്ഥിരം രീതികളുടെ അപ്പുറത്ത് കുറച്ചുകൂടി ഒരുങ്ങേണ്ടത് കണ്ടല്ലോ. ഇപ്പൊ ഓരോ ഷോട്ട് അഭിനയിക്കുമ്പോഴും അവിടെ ഇമോഷൻസ് ഒക്കെ കാണിക്കുകയും വേണം. അപ്പൊ നമ്മുടെ ഈ സിനിമകളിൽ നിന്ന് വരുന്ന പോലീസുകാരായിരിക്കും റെഫറൻസ്, അതോ ഉള്ളിൽ നിന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പോലീസുകാരെന്ന് മനസ്സിലാക്കിയിട്ടാണോ ചെയ്യുക? കാരണം ഞാൻ അറിയാലോ, നമ്മള് കണ്ടു വളർന്ന ആള്, അദ്ദേഹത്തിന്റെ പടങ്ങൾ കണ്ടിട്ടാണ് വളർന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇൻസ്പെക്ടർ ബിൾട്ടാണ്, അവനാഴി, പിന്നെ അത് ഒരു പടം ഉണ്ടായിരുന്നു ജതീഷ് ഇന്നലെ അവന്റെ പേര് ഇന്നലെ അത് അങ്ങനെ കുറെ സിനിമകൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്, സുരേഷ് ഗോപി സാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവരെ കണ്ടാണ് നമ്മൾ സിനിമ വളരുന്നത്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട അവസ്ഥകൾ വന്നിട്ടില്ല, വരുത്തായിരിക്കും. പേടിയുള്ളതായിരിക്കും, നമുക്ക് ആവശ്യമില്ല. അപ്പൊ പോലീസ് ഓഫീസേഴ്സ് പല ആളുകൾ പല രൂപത്തിലാണ്. ഇപ്പൊ മമ്മൂക്ക എത്ര പോലീസ് ഓഫീസർ ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര ഗെറ്റപ്പിലാണ് ചെയ്തത്, പുള്ളി പല സ്റ്റൈലിലൊക്കെ ചെയ്ത് വെച്ചത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ അവരോടൊക്കെയുള്ള ആരാധന. പിന്നെ യൂണിഫോം ഇടുമ്പോൾ നമ്മൾ വേറെ യൂണിഫോം ഇടുമ്പോൾ പോലീസ് ആകും. അത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം യൂണിഫോമിലുള്ള ആദ്യ കോമ്പിനേഷൻ അങ്ങനെ അഷ്കർ, ഞാൻ SI ആയിട്ടിരിക്കുന്ന സ്റ്റേഷനിലേക്ക് അഷ്കറിന്റെ ക്യാരക്ടർ ആദ്യം വരുന്നത് ഒരു കാഷ്വൽ ഡ്രസ് ഇട്ടിട്ടാണ്.
അപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് പരിപാടി, പിന്നെ അദ്ദേഹം പോയിട്ട് ഒരു നെക്സ്റ്റ് ഷോട്ടിൽ ഡ്രസ് ഇടുമ്പോ ഒരു ബാധ കയറുന്നല്ലോ. അപ്പൊ അഷ്കറിന്റെ ബോഡി ലാംഗ്വേജേ മാറി. അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്താണ്. ഞാൻ ഇപ്പൊ യൂണിഫോമിന്റെ മാത്രം പരിപാടിയല്ല കേട്ടോ. അത് യൂണിഫോം നമ്മളൊരു ഇതാണ്, നമുക്കൊരു വേറെ സെറ്റപ്പിലേക്ക് എത്തും. അല്ലാതെ നമ്മള് സാധാരണ കാഷ്വൽ ഡ്രസ് ഇടുമ്പോൾ അത് വേറെ, യൂണിഫോം ഇട്ട് വേണ്ടത് വേറെ. അല്ല അത് വരും ചിലപ്പോൾ നമ്മൾ ചില സിനിമയിലൊക്കെ ഇപ്പൊ മുണ്ടെടുത്തൊക്കെ അഭിനയിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെ എനിക്ക് അങ്ങനെ ആവും. മുണ്ടൊക്കെ കൊടുത്ത് അഭിനയിക്കേണ്ടി വരുമ്പോൾ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ പാൻറ് ഇട്ടാണെങ്കിൽ വേറെ കുറച്ചുകൂടി ബോഡി ലാംഗ്വേജ് വേറെ വരും. അപ്പൊ കോസ്റ്റ്യൂമൊക്കെ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ? ഇല്ലേ നിങ്ങൾ ഇതിലൊക്കെ ചെയ്യുമ്പോൾ പിന്നാണ് നമ്മുടെ ക്യാരക്ടർ ഇത് ചെയ്യണം, ഇതാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ബോഡി ഒരുപാട് കുറച്ചിരുന്നു, ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടാണ് നമുക്ക് ആ യൂണിഫോം ഫിറ്റ് ആകുന്നത്. നമ്മുടെ ഈ മൂവിയിൽ 2 കാലഘട്ടം വരുന്നുണ്ട്. രണ്ട് പീരീഡുകളുണ്ട്. അല്ല 2 പീരീഡ് ഉണ്ട്. അപ്പോൾ അതിന് ഫസ്റ്റത്തെ ചേട്ടൻ നല്ല എന്താ പറയാ കുറച്ചൊരു വണ്ണുള്ള ടൈപ്പ് ആയിരുന്നു. പിന്നെ അതിനുശേഷം ഈ ഒരു പോലീസ് ഗെറ്റപ്പിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു ഫിറ്റ്നസ് ആവശ്യമാണല്ലോ. മറ്റേ ഒരു പോലീസ് എന്നുള്ള ആ ഗെറ്റപ്പിലേക്ക് വരുമ്പോൾ എന്തായാലും ബോഡി സ്ട്രക്ചർ നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി കുറച്ചൊരു ഗ്യാപ്പ് എടുത്ത് അങ്ങനെ നല്ല റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു മൂവി പുള്ളിക്കാരൻ പോലീസായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. സിനിമയുടെ സിവിൽ എഞ്ചിനീയർ ആണോ? സിവിൽ ഞാൻ എനിക്കും ഇതുപോലെ തന്നെ 2 കാലഘട്ടം കാണിക്കുന്നുണ്ട്. അപ്പം അതില് ഫസ്റ്റ് ഒരു കോളേജ് പോർഷൻ ആണുള്ളത്. അതില് സോങ്, പിന്നെ ഫൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഞാൻ രാഹുൽ മാധവിന്റെ പേരായിട്ടാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുലേട്ടൻ അപ്പൊ പിന്നെ ഞാൻ ഇതിൽ വരുന്ന സമയത്ത് പിന്നെ പുള്ളിക്കാരൻ പോലീസിന്റെ ഗെറ്റപ്പിലാവും, ഞാനൊരു എഞ്ചിനീയർ. അങ്ങനെ ആ ഒരു ഡിഫറൻസ് നമ്മൾ ഈ ഒരു മൂവിയിൽ കാണിക്കുന്നുണ്ട്. ഒരു 1 ഇയർ ഗ്യാപ്പിലാണ് ഷൂട്ട് ചെയ്തു. സബ്ജക്ട് അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇവര്. ഞാൻ ഒരു കാലഘട്ടത്തിലേ ഉള്ളൂ, പക്ഷെ ഇവര് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. മറ്റേ ആള് കുറച്ച് ചബ്ബിയായിരിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ താടി രാഹുലേട്ടന് താടി ആദ്യം ഫസ്റ്റ് കാലഘട്ടത്തിൽ താടിയില്ല. അപ്പൊ 2ാമത്തെ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയായാലും ഒരു സിനിമയിൽ വെപ്പ് താടി വെക്കുന്ന സമയത്ത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ഒറിജിനൽ ഇപ്പൊ താടി വളർത്തണമെങ്കിൽ ആ ഒരു ടൈം നമുക്ക് എന്തായാലും ആവശ്യമാണ്. പഴയതും പുതിയതും നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കണമല്ലോ. അപ്പൊ അങ്ങനെ 2 കാലഘട്ടം നമ്മൾ ഈ മൂവിയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നൈസ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരാണല്ലോ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത്. അപ്പൊ ഈ അപ്പൊ സാധാരണഗതിയിൽ ഈ മലയാള സിനിമയിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്ലീഷകളുണ്ട്. അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നത് നായകനായിരിക്കും. അതുപോലെ ഈ നായകന്റെ കൂടെയുള്ള ആളുകൾ അധികവും തരുന്നത് അല്ലെങ്കിൽ പറയുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തലുകളെല്ലാം തന്നെ മണ്ടത്തലായിരിക്കും. അത് പൊളിക്കുക എന്നുള്ളതായിരിക്കും നായകൻ്റെ ഒരു ഹീറോയിസം. അല്ലെങ്കിൽ പലപ്പോഴും ഈ ഈഗോ വാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ഒരു ലേഡി അതോറിറ്റി ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ഒരു ഓഫീസറോ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ക്ലീഷകളുണ്ട്. കേസ് ഡയറി അങ്ങനത്തെ ക്ലീഷകളൊക്കെ മാറ്റി മറിക്കാൻ വേണ്ടി എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ട്? ഒരുപാട് മാറ്റങ്ങളാണ്. കാരണം നമ്മുടെ ഇതിൽ എന്റെ നായികയായിട്ട് സാക്ഷി കർവാണ് ഡസ്റ്റി സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത് 2 കേസ് ഡയറി. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിജയരാഘവനും ഗോകുൽജിയാണ്. കാരണം ഞാൻ ഇവരെ പൊളിക്കാൻ നിൽക്കില്ല, എനിക്കൊരു സാധനം കണ്ടെത്തണം. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവരുടെ വഴികളിലൂടെ ഞാൻ പോവുക. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ ഫാദറായിട്ട് വിജയരാഘവൻ ചേട്ടൻ. കാരണം വേറൊരു നാട്ടിൽ വന്നിട്ട് ആ നാട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ഹീറോ ആണോ എന്നാണ് ചോദിച്ചത് അല്ലേ? അങ്ങനെയല്ല. അദ്ദേഹം ആ നാട്ടിൽ വന്നിട്ട് എന്നോടും, ഞാൻ ഓൾറെഡി അവിടെ ഒരു SI ആണ് ആ സ്റ്റേഷനിലെ. അപ്പൊ ഇദ്ദേഹം വന്നിട്ട് എന്നോട് ചോദിക്കണം, പ്ലാഡി അതെങ്ങനെയായിരിക്കും? ഞാൻ സാറേ അതിന്റെ പരിപാടി ഇങ്ങനെയായിരുന്നു, അവരങ്ങനെയായിരുന്നു. ഓക്കെ ശരി. അങ്ങനെയുള്ള ഇൻഫർമേഷൻസും പിന്നെ കുട്ടേട്ടന്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ സ്ഥിരം ഒരു ക്ലിഷേ, അതിന്റെ വലിയ ഷെയ്ഡൊന്നും ഈ ക്യാരക്ടറിന് ഇല്ല. സ്ഥിരം എല്ലാം അറിയുന്ന ഒരു നായകൻ എന്നൊരു ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഈ ക്യാരക്ടറിന് ഒരുപാടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂണിഫോം ഇട്ട് അഭിനയിക്കുന്നത്. ഗൗലിജിയൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് യൂണിഫോം ചെയ്തത്, പക്ഷെ പുള്ളിക്ക് ഇത് കിട്ടി. ഞാൻ കോൺസ്റ്റബിളും ഒക്കെ ആയിരുന്നു. ഈ പടത്തിലാണ് അതൊരു ഈഗോ ബൂസ്റ്റ് ആണോ? ആദ്യം അധികം കോൺസ്റ്റബിൾ ആയിരുന്നു, ഇപ്പൊ ഒരു SI ആയിരുന്നു. ഓരോ ക്യാരക്ടേഴ്സ് അല്ല, ക്യാരക്ടർ അതിന് സ്വയം വളർച്ചയായിട്ടൊക്കെ ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരാള് മതി, അപ്പൊ എന്നെ കാസ്റ്റ് ചെയ്യുന്നു.
അതേപോലെ ഇപ്പൊ കോൺസ്റ്റബിൾമാര് നായകന്മാരായിട്ടുള്ള ക്യാരക്ടറുള്ള സിനിമകളുണ്ട്. ഉണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് ഉണ്ട് ഉണ്ട്. പിന്നെ അപ്പൊ അതിനകത്ത് എസ് ഐ ആയിട്ട് അഭിനയിക്കുന്ന ആക്ടർക്ക് ഈഗോ ഉണ്ടാവണമല്ലോ. ഞാനാണ് എസ് ഐ പക്ഷെ അവനാണ് ഹീറോ തോന്നല്ല. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ തോന്നണമെന്നില്ലല്ലോ.